ഗ്രൗണ്ടിൽ പൊതുജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ വീണ്ടും മൂന്നാമത് എന്ന് പറയുമ്പോൾ അത് ഭയത്തോടെ തന്നെ നോക്കുള്ളൂ, ആശങ്കയോടെ നോക്കുള്ളൂ. കാരണം അത് അത്ര സന്തോഷകരമായ ഒരു കാലമല്ല. ചില മാധ്യമങ്ങളെ സംബന്ധിച്ച് കൈരളി പോലും പറയാൻ മടിക്കുന്നത് പോലും ഏറ്റെടുത്ത് പറയാനും ശ്രമിക്കുന്നു. എന്ത് മേന്മയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിനായിട്ടുണ്ടായിട്ടുള്ളത്? തൊഴിൽ കൊടുക്കാൻ എത്രത്തോളം സർക്കാരിന് സാധിച്ചു? തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന എത്ര പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു? 1000 രൂപ കൊടുക്കുന്നതിന്റെ ഭാഗമായി എഴുതി വാങ്ങുന്ന ഡോക്യുമെന്റ്സിലൂടെ അവരുടെ ഡാറ്റ മുഴുവൻ വീണ്ടും ശേഖരിച്ചു. ആ ഡാറ്റ ഉപയോഗിച്ച് വീണ്ടും ഒരു PR പ്രചരണം നടത്തി. CPM വീട് കൊടുത്തു, കോൺഗ്രസ് വീട് എവിടെ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. സർക്കാർ കൊടുത്തു, കോൺഗ്രസ് വീട് എവിടെ വെച്ചാൽ അതൊരു തുലനം ചെയ്യാൻ വേണ്ടി കഴിയുന്ന രണ്ട് സംവിധാനങ്ങളല്ല. അപ്പോൾ സർക്കാർ കൊടുക്കുന്നത് എല്ലാവരുടെയും കൂടെയാണ് എന്നിരിക്കെ അത് CPM-ൻ്റെത് മാത്രമാക്കി അവതരിപ്പിക്കുക. ഈ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോലും 1.5 വർഷം വൈകിയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് പോലും ഇത്ര ഡിലേ വരുന്നെങ്കിൽ ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡിലേ വരാനുള്ളൊരു സ്വാഭാവിക സാഹചര്യം ഉണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൊക്കെ പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇത്രയേറെ ചെറുപ്പക്കാർ ജയിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് മത്സരിച്ച മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരും വിജയം ഒരു 85% സീറ്റിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടിയ സീറ്റുകൾ വിജയിക്കുന്ന സാഹചര്യം. പലപ്പോഴും സമരങ്ങളുടെ ഒരു റിസൾട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ തലപൊട്ടി ചോര വിളിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വരുമ്പോഴാണ്. ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടൊരു കാഷ്വാലിറ്റി അത് ഞാൻ അനുവദിക്കാറില്ല. നമുക്ക് ആദ്യം തെരഞ്ഞെടുപ്പുമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് തന്നെ പോകാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു. പിണറായി 3.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓളം കേരളത്തിൽ പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്ന ഒരു സംഗതി. അത് വെച്ചാൽ ഇത്രയും കാലം ഉണ്ടാവാത്ത പല ആരോപണങ്ങളിൽ നിന്ന് മാറി പിണറായി 3.0 വരും എന്നുള്ളൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഓളം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ല, അങ്ങനെ ഒരു ഓളം ഇല്ല. അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാനൊരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സംഘടിതമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഒരു PR പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അത് സാധാരണക്കാരെ കണക്ട് ചെയ്യുന്നൊരു മുദ്രാവാക്യമോ സാധാരണക്കാരെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയുമല്ല. സോഷ്യൽ മീഡിയക്കകത്ത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഓളത്തിനപ്പുറത്തേക്ക് അത് സമൂഹ മധ്യത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഗ്രൗണ്ടിൽ പൊതുജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ വീണ്ടും മൂന്നാമത് എന്ന് പറയുമ്പോൾ അത് ഭയത്തോടെ തന്നെ നോക്കുള്ളൂ, ആശങ്കയോടെ നോക്കുള്ളൂ. കാരണം അത് അത്ര സന്തോഷകരമായ ഒരു കാലമല്ല ഈ കഴിഞ്ഞ 5 വർഷക്കാലം. പൊതുവിൽ 10 വർഷക്കാലം, അതിൽ പ്രത്യേകിച്ചും ഈ 5 വർഷക്കാലം അത്ര സന്തോഷകരമായ ഒരു കാലമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഓളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഓളം ഉണ്ട് എന്ന് വരുത്താനുള്ളൊരു സംഘടിതമായ ഒരു ശ്രമം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറേ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്, കുറേ PR പ്രചരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കുറേ ന്യൂ ബോൺ ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ കുറച്ചധികം ചാനലുകളൊക്കെ അതിൻ്റെയൊക്കെ പുറകെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ തെളിയിക്കുന്നത്. അടുത്ത ഇടതുപക്ഷ കോട്ടകൾ ഉൾപ്പെടെ UDF വിജയിച്ചത് അവരുടെ ആളുകൾക്ക് പോലും വലിയ പരാതി ഈ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണത്തെ സംബന്ധിച്ചുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജനീഷ് പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇപ്പൊ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയും ഇവർ രണ്ടുപേരും ഒരു ഇടത് നറേറ്റീവുകളാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഇവർ രണ്ടു കൂട്ടരും ഈ സർക്കാരിന് അനുകൂലമാകുന്ന രണ്ടു കൂട്ടരെന്ന് പറയാൻ പറ്റില്ല. ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയക്കകത്തുള്ള ചില യൂട്യൂബ് ചാനലുകളുമായി ബന്ധപ്പെടുന്ന ചില ആളുകളൊക്കെ സർക്കാരിന് അനുകൂലമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് പെയ്ഡാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയുന്നതാണ്. ചില മാധ്യമങ്ങളെ സംബന്ധിച്ച് കൈരളി പോലും പറയാൻ മടിക്കുന്നത് പോലും ഏറ്റെടുത്ത് പറയാനും ശ്രമിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ഒരു അനുഭവങ്ങളും പിന്നെ അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളും ഇവർ പറയുന്ന പിണറായി 3.0ക്ക് വേണ്ടി അനുകൂലമായി ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് വീണ്ടും പിണറായി വിജയൻ തന്നെ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വലിയ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് മേന്മയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഈ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ നേരത്തെ ഇവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പോലും മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു സർക്കാർ എന്ന രീതിയിൽ ചെയ്യേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വലിയ പരാജയം സർക്കാരിനെ സംബന്ധിച്ചുണ്ടായി. ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യം ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, ഇതാണ് ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യം. അതിൽ ഒരു വലിയ വിലക്കയറ്റം ഉണ്ടായാൽ ഈ പറയുന്ന മൂന്നിനെ സംബന്ധിച്ച് ബാധിക്കുന്നതാണ്. തൊഴിൽ കൊടുക്കാൻ എത്രത്തോളം സർക്കാരിന് സാധിച്ചു എന്നുള്ളൊരു ചോദ്യം ഭയങ്കര പ്രസക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന എത്ര പ്രൊജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു? ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ മോഡലാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് എങ്ങനെയാണ് ചെറുപ്പക്കാർ വലിയ രീതിയിൽ ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൈകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, അതിൻ്റെ കരിയേഴ്സ് ആകുന്നത്, അതിൻ്റെ ചെറിയ എങ്കിലും സാമ്പത്തിക ലാഭം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ചെറുപ്പക്കാരൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ സംരംഭകത്വം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞു, അതിൽ പരാജയപ്പെട്ടു. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അതിൽ പരാജയം. 40 ലക്ഷം തൊഴിലാളായിരുന്നു. 40 ലക്ഷം തൊഴിൽ എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി 2 കോടി തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ 40 ലക്ഷം തൊഴിലവസരങ്ങളുടെ അവസ്ഥ നിൽക്കുന്നത്. മോദി ഒന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്നവൻ, പിന്നെ അപ്പോൾ ചായക്കടയ്ക്ക് വേണ്ടി പക്കോട് ഉണ്ടാക്കുന്ന ആൾ, അതൊക്കെ ഒരു തൊഴിലവസരം എടുക്കുക. അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തൊഴിലാണെന്ന് മോദി പ്രസംഗിച്ച പോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ 40 ലക്ഷം തൊഴിലിൻ്റെയൊക്കെ കണക്ക് അവർ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
റിയാലിറ്റി ജനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരുപാട് അകലെയാണ് എന്നുള്ളതാണ്. ജനങ്ങളിത് മനസ്സിലാക്കും ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളതാണ്. നമുക്കുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നത് പൊതുവിൽ ജനസമൂഹത്തിനിടയിൽ സർക്കാർ സർക്കാർ പിന്നെ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുറേയേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക. ഇപ്പോൾ വനിതാ സുരക്ഷയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പെൻഷൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് 1000 രൂപ പ്രത്യേകമായി പ്രഖ്യാപിച്ചു. ആ 1000 രൂപ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എഴുതി വാങ്ങുന്ന ഡോക്യുമെൻസിലൂടെ അവരുടെ ഡാറ്റ മുഴുവൻ വീണ്ടും ശേഖരിച്ചു. ആ ഡാറ്റ ഉപയോഗിച്ച് വീണ്ടും ഒരു PR പ്രചരണം നടത്തുന്നു. അപ്പോൾ 1000 രൂപ ഈ മാസം കൊടുത്താൽ മതി. അടുത്ത സർക്കാരാണ് പിന്നെ കൊടുക്കേണ്ടത്. ആ ഈ മാസം കൊടുക്കുന്ന പണത്തിന് പകരമായി അവരുടെ ഡാറ്റ വാങ്ങുകയാണ്, അവരുടെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങുക. അപ്പോൾ സർക്കാരിൻ്റെ ഒരു PR പ്രചരണത്തിന് വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് മെസ്സേജ് അയക്കുന്നത്? ജഡ്ജിമാർക്ക് പോലും സന്ദേശം പോയല്ലോ. എന്തിനാണ് പിന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സന്ദേശം അയക്കുന്നത്? എന്തിനാണ് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയക്കുന്നത്? ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊരു സന്ദേശം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരും പാർട്ടിയും തമ്മിൽ വേറിട്ട് നിൽക്കേണ്ട ചില ഘടകങ്ങളുണ്ടല്ലോ. വേറിട്ട് പോകേണ്ട എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ വേറിട്ട് നിൽക്കേണ്ടതായ ചില ഒരേറെ കാര്യങ്ങളുണ്ട്. അവിടങ്ങളൊക്കെ തന്നെ ഇവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇടതുപക്ഷ സർക്കാരുകൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒരു വെപ്രാളം സർക്കാരിനെ സംബന്ധിച്ച് പ്രകടമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ 3.0 ഒക്കെ പ്രചരണമൊക്കെ അത് സമൂഹ മാധ്യമത്തിൽ ഒതുങ്ങും, ഫ്ലെക്സ് ബോർഡുകളിലും ഹോർഡിങ്സിലും പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ 2021 സാഹചര്യം നമുക്ക് നോക്കാം. 2021 ഇതേപോലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയായിരുന്നു അന്ന് കേരളം പോയിക്കൊണ്ടിരുന്നത്. അതിന് ഇന്നത്തെ 5 വർഷം എന്ന് പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ UDF വളരെ ദുർബലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നറേറ്റീവുകളുടെ കാര്യത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നില്ല. ബേസിക്കലി നറേറ്റീവുകൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കുറേ അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൻ കോവിഡും പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് ബട്ട് സ്റ്റിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു PR വർക്കിൽ ഇതെല്ലാം നിഷ്പ്രഭമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടാം തുടർഭരണം ഉണ്ടാവുന്നതും. അപ്പം അങ്ങനെ നിൽക്കുക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് ഒരു സ്ട്രോങ് നറേറ്റീവ് ഉണ്ട്. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു നിൽക്കുന്നു. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള നറേറ്റീവ് ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ അപ്പുറത്ത് CPM ആണ്, LDF ആണ്. അവർ സ്വാഭാവികമായിട്ട് 3.0 പോലത്തുള്ള ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജികളുമായിട്ട് PR വർക്കുകളുമായിട്ട് ഇതിനെ കൗണ്ടർ നറേറ്റീവ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ മൊമെന്റം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുന്നൊരുക്കങ്ങൾ നിങ്ങൾ? 2 കാര്യമുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്കുണ്ടായിരുന്നൊരു പരിമിതി ഒന്ന്, ആ സർക്കാരിന് ആ കാലം എന്ന് പറയുന്നത് തുടർച്ചയായ പിന്നെ നാച്ചുറൽ കലാമിറ്റികളും അതോടൊപ്പം തന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരിയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അത്തരമൊരു ഘട്ടത്തിലൊരു സർക്കാരിന് മാത്രമാണ് സ്വാഭാവികമായും ആളുകൾക്കിടയിലേക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായുള്ളൂ. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ക്വാറന്റൈൻ പ്രഖ്യാപിക്കുകയും പിന്നെ ലോക്ക്ഡൗണും അതിൻ്റെ ഭാഗമായി ക്വാറന്റൈനും മറ്റു കാര്യങ്ങളെല്ലാം വന്ന സമയത്തൊക്കെ സർക്കാരിൻ്റെ ഔദ്യോഗിക മെഷീനറി അല്ലാതെ മറ്റാർക്ക് പോലും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഒരുപാട് അന്ന് UDF പുറകിൽ പോയി. ഇപ്പോൾ നടന്നതുപോലെയുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള പ്രൊട്ടസ്റ്റുകളോ പ്രത്യക്ഷത്തിലുള്ള ക്യാമ്പുകളോ സംഘടനാപരമായ മുന്നൊരുക്കങ്ങളോ കോവിഡിൻ്റെ തന്നെ മാനദണ്ഡങ്ങളുടെ പ്രകാരമുള്ള ലിമിറ്റേഷൻസിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒതുങ്ങിക്കൂടേണ്ടതായി വന്നു. എന്നാൽ ഭരണപക്ഷത്തിന് അതിൻ്റെ പരിമിതികൾ ഉണ്ടായിരുന്നില്ല. സർക്കാർ കൊടുത്ത പല ആനുകൂല്യങ്ങളും സർക്കാർ അന്ന് കൊടുത്തത് പാർട്ടി പ്രവർത്തകന്മാർ വഴി വോളണ്ടിയർമാരെ ക്ഷണിച്ചു. ഇപ്പോൾ നവകേരള സർവേക്ക് ക്ഷണിച്ച പോലെ തന്നെ വോളണ്ടിയർമാരെ ക്ഷണിച്ചു. ആ വോളണ്ടിയർമാർ പരമാവധി DYFI പ്രവർത്തകന്മാരായിരുന്നു, അല്ലെങ്കിൽ CPM പ്രവർത്തകരായിരുന്നു. CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും വീടുകളിലേക്ക് ആനുകൂല്യങ്ങൾ, കിറ്റുകളും മറ്റു കാര്യങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നു ഇത് സർക്കാരിൻ്റേതെന്ന് പറഞ്ഞല്ല കൊടുത്തത്, ഇത് പാർട്ടിയുടേതെന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുത്തത്. കുറേയേറെ ആളുകൾ അതിൻ്റെ ഭാഗമായൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല ആ സമയത്ത് പിന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ ബോഡികളുടെ പാസ്സുള്ള ആളുകൾ മാത്രമാണ് പുറത്തിറങ്ങി ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ തന്ത്രപരമായി അന്ന് ഒരു ഉപയോഗപ്പെടുത്തി ഭരണം അവരുടെ കൈവശമായതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി സംഘടനാപരമായൊരു മുന്നൊരുക്കം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് UDFന് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് രണ്ടും കൽപ്പിച്ച രമേശ് ചെന്നിത്തല യാത്ര നടത്തുമ്പോഴാണ് വീണ്ടും ഒരു കോൺഗ്രസ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നത് പോലും. അന്നും ആ യാത്ര പോലും ഇല്ലായിരുന്നെങ്കിൽ പറയേണ്ടതായ രാഷ്ട്രീയം പറയാൻ സാധിക്കാതെ പോകുന്നൊരു ഘട്ടം ഉണ്ടാകുമായിരുന്നു. സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താ? മരണത്തിൻ്റെ വ്യാപാരികളാകാൻ പാടില്ല, അല്ലെങ്കിൽ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല, ദുരന്തം വലിയൊരു ദുരന്തം വരാൻ കാത്തു നിൽക്കുന്നു, അതുകൊണ്ട് എല്ലാ പരിപാടികളും ഒഴിവാക്കണം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പരിപാടിയും ഒഴിവാക്കി. എന്നിട്ട് സർക്കാരിൻ്റെ ആക്ടിവിറ്റികളായിട്ട് മുന്നോട്ട് പോകും. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ വിഭാഗത്തിൻ്റെ മാത്രമാണ് പ്രചരണമായാലും മുന്നൊരുക്കമായാലും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നത്, മറ്റു കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ട് ചേർത്തതിൻ്റെ പകുതിയിലൊരു അംശം പോലും വോട്ട് ചേർക്കൽ പോലും അന്നത്തെ സാഹചര്യത്തിൽ നടത്താൻ സാധിക്കാതെ പോയി. നടത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താലും വീടാന്തരം കയറിയിറങ്ങി ഒരു ക്യാമ്പയിൻ നടത്താൻ, നമുക്കൊരു വീട്ടിൽ പോയി ഡോറിൽ മുട്ടി വിളിച്ചാൽ അല്ലെ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന അവരും ആഗ്രഹിക്കാത്ത നിൽക്കുന്ന പോലെ ഒരു ഘട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ
തുടർച്ചയായി അത്തരത്തിലുള്ള ദുരന്തങ്ങളും കോവിഡ് പോലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സർക്കാർ ആക്ട് ചെയ്യുന്ന പോലെ ഒരു പാർട്ടിക്ക് ആക്ട് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ട് പറ്റില്ല. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ആരുടെയാണ്? നികുതി പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യമാണ്, നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. സർക്കാർ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചാണ് ചെയ്തത്. പാർട്ടി കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് പാർട്ടിയുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ചാണ് ചെയ്യും. ഇപ്പോൾ വയനാട് പോലും ഇപ്പോൾ സംഭവിച്ചതാണ്. വയനാട് പോലും വലിയ PR പ്രചരണം ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ PR പ്രചരണത്തിൽ പറയുന്ന കാര്യം എന്താണ്? സർക്കാർ പണം കൊടുത്തു, വീട് കൊടുത്തു. ആരുടെ പണം, ആരുടെ വീട്, സർക്കാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് കൊടുക്കേണ്ടത്? സർക്കാരാണല്ലോ കൊടുക്കേണ്ടത്. സർക്കാർ കൊടുക്കുന്നതിന് പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നതിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ വാദം എന്താ? അതിനകത്തേക്ക് ഞങ്ങൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇത് പ്രകാരം കോൺഗ്രസോ ഭവന പദ്ധതിക്ക് വേണ്ടി ചെയ്തില്ല. പക്ഷേ MLA മാർ MP മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശമ്പളം കൊടുത്തു, പെൻഷൻ കൊടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും പണം കൊടുത്തിട്ടുണ്ട്. 112 സർവീസ് സഹകരണ ബാങ്കുകൾ പണം കൊടുത്തു എന്നുള്ളത് മുഴുവൻ CPM ആണോ? അതിൽ കോൺഗ്രസിൻ്റെ ബാങ്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം കൊടുത്ത പണമാണ് 773 കോടി രൂപ. അത് ഉപയോഗിച്ച് ചെയ്യുന്ന അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ CPM-ൻ്റേതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ പറയുന്നത്. എന്താ? സർക്കാർ വീട് കൊടുത്തു. ഇന്നലെ തന്നെ പ്രമുഖമായൊരു ചാനലിൽ ചോദിച്ചത്, സർക്കാർ വീട് കൊടുത്തു, കോൺഗ്രസിൻ്റെ വീട് എവിടെ അല്ല, അത് എനിക്കും ചോദിക്കാനില്ല. ഇപ്പൊ വീടിന്റെ കാര്യത്തിൽ അതിൽ ജനീഷ് ചാർജ് ഏറ്റെടുത്തത് മുതൽ കേട്ട് ബോറടിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും വീടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കണക്കുകൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അപ്പോൾ ഒരു പ്രചരണം എന്താണ്? സർക്കാർ വീട് കൊടുത്തു, കോൺഗ്രസിന്റെ വീട് എവിടെ? CPM വീട് കൊടുത്തു, കോൺഗ്രസ് വീട് എവിടെ ചോദിച്ചാൽ ആ ചോദ്യത്തിലൊരു ന്യായമുണ്ട്. സർക്കാർ കൊടുത്തു, കോൺഗ്രസിന് വീട് എവിടെയെന്ന് വെച്ചാൽ അതൊരു തുലനം ചെയ്യാൻ വേണ്ടി കഴിയുന്ന രണ്ട് സംവിധാനങ്ങളല്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ കൂടിയാണ്, എല്ലാ പൗരന്മാരുടെയും കൂടിയാണ് സർക്കാർ. അപ്പോൾ സർക്കാർ കൊടുക്കുന്നത് എല്ലാവരുടെയും കൂടെയാണ് എന്നിരിക്കെ അത് CPM-ൻ്റേത് മാത്രമാക്കി അവതരിപ്പിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് പിന്നെ എവിടെയെന്ന് ചോദിക്കുക. ഈ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോലും 1.5 വർഷം വൈകിയാണിത് കൊടുക്കുന്നത്. ദുരന്തം ഉണ്ടായ 6 മാസത്തിനുള്ളിലല്ല, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പോലും മുഴുവനായിട്ടില്ല. 1ാം ഘട്ടമേ ആയിട്ടുള്ളൂ, 2ാം ഘട്ടമായിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റിന് പോലും ഇത്ര ഡിലേ വരുന്നെങ്കിൽ ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടൊരു ഡിലേ വരാനുള്ളൊരു സ്വാഭാവിക സാഹചര്യം ഉണ്ടല്ലോ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് പ്രചരണം. ഇത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. കോവിഡ് സമയത്ത് DYFI പ്രവർത്തകർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ വീടാന്തരം കയറി കിറ്റ് കൊടുത്തു. ആരുടെ കിറ്റാണ് കൊടുത്തത്? ആരുടെ പണമാണ് ഉപയോഗിച്ചത്? സർക്കാർ സംവിധാനത്തെയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഇതിൻ്റെ ഒരു വോളണ്ടിയർമാരായും പിന്നെ ടാഗുള്ള ആളുകളെയും ബാഡ്ജുള്ള ആളുകളെയും ഇവരൊക്കെ ബോധപൂർവ്വം മാറുന്ന സാഹചര്യമുണ്ട്. അപ്പം അന്നത്തെ ആ ഒരു മുന്നൊരുക്കം എടുക്കാൻ സാധിക്കാതെ പോയതിൻ്റെ ഒരു സംഘടനാപരമായ പോരായ്മയും സാഹചര്യങ്ങളുടെ ഭാഗമായി ഉണ്ടായ സമ്മർദ്ദങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പുണ്ടായതിനേക്കാൾ ചെറുതാവാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം തന്നെ സർക്കാരിൻ്റെ എല്ലാ പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളതിൽ ബോധവാന്മാരാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന തിരിച്ചറിവെത്തി. 2019 ചെയ്ത കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോഴാണല്ലോ പുറത്തു വരുന്നത്. 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുറത്തു വരേണ്ടുന്നൊരു വിഷയം കൂടിയാണിത്. അപ്പോൾ അന്നില്ലാതിരുന്ന ഒരുപാട് സംഗതികളും നരേറ്റീവ്സും ഈ സമയത്തുണ്ട്. അന്നുണ്ടായിരുന്ന സാമൂഹ്യപരമായി ചില സോഷ്യൽ സാമൂഹ്യ വിഭാഗങ്ങളൊക്കെ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം UDF-നോടൊപ്പമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ആ മൊമെൻ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ ചോദിച്ചത്. ആ മൊമെൻ്റ് നിലനിർത്താൻ കഴിയുന്ന സംഘടനാപരമായ ഒരു മുന്നൊരുക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പക്ഷേ സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിലൊരു പ്രതിപക്ഷമോ ഇല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒക്കെ ആണല്ലോ അതിൻ്റെ ഒരു സർക്കാരിൻ്റെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നതും കാര്യങ്ങൾ കൊണ്ടുവരുന്നു. കോടതി യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷമായവർ പല കേസുകളിലും കോടതിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലെ നിരന്തര പ്രതിപക്ഷമാകേണ്ടവരാണ്. പിന്നെ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ നിരന്തര പ്രതിപക്ഷമാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ പ്രതിപക്ഷമാണ്. ഒരു പ്രതിപക്ഷ പ്രവർത്തനം രാഷ്ട്രീയപരമായി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം തന്നെ സമയപരമായി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഒരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി നിരന്തര പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടവരാണല്ലോ. ഒരു കാലഘട്ടത്തിലും ഭരണപക്ഷത്തോടൊപ്പം മാധ്യമങ്ങൾ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമധർമ്മത്തിന് തന്നെ വിരുദ്ധമാണ്. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ പല മാധ്യമങ്ങളും ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ മാധ്യമങ്ങളും അത്തരത്തിലുള്ള സമീപനം എടുക്കുമ്പോൾ പോലും കോടതികളെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണ് ഒരു അഭയം, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആളുകൾക്ക് ഒരു നീതിക്ക് വേണ്ടി എവിടെയാണ് സമീപിക്കാൻ വേണ്ടി സാധിക്കുക? ഈ ഒരു ഇൻജസ്റ്റിസ് ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ആദ്യം എത്തിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കല്ലേ? അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. പലപ്പോഴും അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ പോലും അതിൻ്റെ കൗണ്ടർ നരേറ്റീവ് സൃഷ്ടിച്ചു കൊടുക്കാൻ പോലും പല മാധ്യമങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ശ്രമിക്കുമ്പോഴും ജനങ്ങളിൽ അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ വിഷയം തന്നെ എടുത്താൽ കോടതിയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ കേസ് എവിടെയെങ്കിലും ഉണ്ടാവുകയില്ല.
രണ്ട്, കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും കോടതി പോലും നിരന്തരം എവിടെയാണ് ചാർജ് ഷീറ്റ് എന്ന് SIT സംഘത്തോട് ശകാരിച്ചു വരെ ചോദിച്ചിട്ട് പോലും ചാർജ് ഷീറ്റ് സമർപ്പിക്കാതെ ഓരോരുത്തരെ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു പോകല്ലേ. ഒരാളെ പോലും ചാർജ് ഷീറ്റ് സമർപ്പിച്ച് സ്വാഭാവിക ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പരാജയപ്പെട്ടു എന്നല്ല അതിനെ പറയേണ്ടത്, സ്വാഭാവിക ജാമ്യം കിട്ടാതെ അവർ റിമാൻഡിൽ തുടരേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിൽ സർക്കാർ വിജയിച്ചു എന്നാണ് പറയുന്നത്. കാരണം സർക്കാരിന് താല്പര്യമുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഇപ്പോൾ പോറ്റിയാണെങ്കിലും പത്മകുമാറാണെങ്കിലും വാസു ആണെങ്കിലും ആശുപത്രിയിൽ റിമാൻഡിൻ്റെ ഭാഗമായി കഴിയുന്ന ആളാണെങ്കിലും ഇവരെല്ലാം തന്നെ സർക്കാരിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അവർ പുറത്തിറങ്ങുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ നടത്തി. അപ്പോൾ കോടതി ഇടപെട്ടിട്ട് പോലും ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ്? അപ്പോൾ കോടതികളെ പോലും എതിരാക്കി ഇത്തരം ഒരു റിസ്ക് എടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇതെല്ലാം സ്വാഭാവികമായിട്ട് ജനങ്ങളും ചിന്തിക്കുന്നുണ്ടാകുമല്ലോ. പക്ഷേ ഇന്നത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ ഈ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത്രയും തീവ്രതയോടുകൂടിയുള്ള പ്രതികരണങ്ങളാണ്. അല്ല, ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ മുഴുവൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും 2 തവണയെങ്കിലും ശബരിമല വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് മാർച്ചിലുണ്ടായിട്ടുണ്ട്. ഒരു 10 തവണയെങ്കിലും തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഭാഗമായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴായി ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി തന്നെ ഒരുപാട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിനാണല്ലോ പ്രധാനമായും. ഈ ക്യാമ്പയിൻ്റെ ശക്തിയാണ് മറ്റു ആളുകളെ സ്വാഭാവികമായിട്ട് പിന്മാറ്റേണ്ടത്. ഇപ്പോൾ ഇവിടെ പന്തളത്തേക്ക് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥ ഉൾപ്പെടെ, കളക്ട്രേറ്റ് മാർച്ചുകൾ ഉൾപ്പെടെ, തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തിയ സമരം ഉൾപ്പെടെ പാർട്ടി തന്നെ നടത്തിയ ഒട്ടനവധി സമരങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ അവസാനം നടന്ന നിയമസഭാ മാർച്ചും അതിനുശേഷം നടന്ന ഏറ്റവും അവസാനം നടന്ന PSCയുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വിഷയങ്ങൾ ഒഴികെയുള്ള മുഴുവൻ സമരങ്ങളും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളാണ്. അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ജയിലിൽ പോകുന്ന സാഹചര്യം വരണ്ടേ. SIT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് ചെയ്തു. തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊണ്ട് മാർച്ച് ചെയ്തു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു മുഖ്യം. SIT ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത് പലരും ചോദിച്ചു, നിങ്ങൾ SIT സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ചില കോണിലേക്ക് വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ മാർച്ച് നടത്തി, അവിടെ എത്തി, അവിടെ ജലപീരങ്കിയുടെ സംഘർഷം നടക്കുന്ന സമയത്ത് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളിൽ പുറത്തു വന്നുള്ളൂ. അതിനു മുമ്പ് 3 ദിവസം മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് മാർച്ച് നടന്നത്. അപ്പോൾ 3 ദിവസം മുമ്പ് ചോദ്യം ചെയ്തൊരു കാര്യം ഞങ്ങൾ അനൗൺസ് ചെയ്ത ഘട്ടത്തിൽ പോലും ഒരു പുറത്തുവിട്ടിട്ടില്ല. ഒരു ഈച്ച പോലും അറിയാതെ അവർക്ക് അവിടെ വന്ന് പോകാനും തിരിച്ചു പോകാനും സാധിക്കും. എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് എത്രയോ മുമ്പ് തന്നെ ചാനലുകൾ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത ചാനലുകൾക്ക് ഒരു വാർത്ത കിട്ടിയില്ല. അപ്പോൾ SITക്ക് ഏതൊക്കെ വാർത്ത പുറത്തുവിടണം, എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നെ അഭിമുഖത്തിന് വിളിച്ചു എന്നാണ്. പിന്നെ പ്രശാന്ത് പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയതാണ്. അപ്പോൾ അഭിമുഖമായാലും കൂടിക്കാഴ്ചയായാലും ചോദ്യം ചെയ്യലായാലും ഇത് ഒരാൾ പോലും അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിയാതെ പോകുന്നു? അപ്പോൾ അതിനെ പുറകിൽ ഇവരുടെ താല്പര്യങ്ങളുണ്ട് എന്നുള്ള വ്യക്തമാണ്. അപ്പോൾ SITയുടെ ഈ പോരായ്മ ഹൈക്കോടതി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോടതി ഞങ്ങളെയും വിമർശിച്ചു. അത് വലിയ രീതിയിൽ മന്ത്രിമാരൊക്കെ എടുത്തു പറഞ്ഞു. എന്നാൽ എത്രയോ ഘട്ടത്തിൽ ഇവരെ വിമർശിച്ചു. സുപ്രീം കോടതി ചോദിച്ചല്ലോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് സുപ്രീം കോടതി പോലും ചോദിച്ചിട്ട് പ്രതികൾ ഇങ്ങനെ ജാമ്യം കിട്ടി ഇറങ്ങി പോകുമ്പോൾ ഹൈക്കോടതിയെ വിമർശിച്ചിട്ട് അവിടെ ഒന്നും സർക്കാരിനൊരു മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ കോടതികളിൽ നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ കൂടി കുറേയൊക്കെ പ്രതീക്ഷയാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങളിത് ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നത്. ഇലക്ഷന്റെ ലാസ്റ്റ് ഇയർ, അതായത് ഇലക്ഷന് മുന്നേയുള്ള അവസാന വർഷത്തെ ഒരു ലാസ്റ്റ് ഇയറിനാണല്ലോ നമ്മൾ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് തീവ്രമായി പോരാടുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് യൂത്ത് കോൺഗ്രസിന് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഇടപെട്ട് അത്രയും എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് പോരാണ്, അത്രയും തീവ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ. അല്ല, അത് എനിക്ക് തോന്നുന്നു മറ്റ് പ്രതിപക്ഷ പ്രവർത്തനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന സമരങ്ങളെ വെച്ച് വിലയിരുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ഒരു കമ്പാരിസണിൽ ചിന്തിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. രണ്ട് വ്യത്യസ്ത ശൈലിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത ശൈലിയിൽ ആശയപ്രചരണം നടത്തുന്ന പാർട്ടികളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഈ കഴിഞ്ഞ സംസ്ഥാനത്ത് മുഴുവൻ നടന്നു. അതിൻ്റെ ആണല്ലോ ഇപ്പോൾ ഒരു മന്ത്രി കഴുത്തിൽ ഇത് ഇട്ടിരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അത് എത്ര ദിവസം അവരിനത് അത് തന്നെ കൊണ്ട് കിടക്കണം എന്നുള്ളത് ഇനി ആളുകളുടെ മുമ്പിൽ അപഹാസ്യരാകാതിരിക്കാൻ വേണ്ടി അത് സ്വയം ചൂന്ന് നടക്കേണ്ട അവസ്ഥയിലേക്കായി. PSC വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളും മാർച്ചുകളുണ്ട്. PSC ഓഫീസുകളിൽ ഉൾപ്പെടെ പാലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിൽ അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൈ വരെ ഒടിയുന്ന ഘട്ടം വരെയല്ലേ. ശബരിമല വിഷയങ്ങളും PSC വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള നിയമസഭാ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി നടത്തേണ്ടുന്ന സ്ഥലങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. പക്ഷേ ശബരിമലയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അത് അവിടെ നിന്ന് കട്ടെടുത്ത് പോയി എന്നുള്ളതാണ്. എത്ര സമരം നടത്തിയാൽ അത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഘട്ടത്തിലല്ല ഉള്ളത്. അതിൻ്റെ നിയമപരമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നടക്കുന്നു. ആ ഹൈക്കോടതിയുടെ ഭാഗത്ത് നടക്കുന്നതിന് ഈ SIT സംഘത്തെ ഉപയോഗിച്ച് സമ്മർദ്ദപ്പെടുത്തി, ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച് സമ്മർദ്ദപ്പെടുത്തി ഇവർ
ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സമരങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു അക്രമ സ്വഭാവത്തിലേക്കുള്ള സമരങ്ങളിലേക്ക് എല്ലായ്പ്പോഴും കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും കടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ബോധപൂർവം ഒരു അക്രമം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഒരു വിഷയം ജനങ്ങൾക്കിടയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളത് മുൻകാലങ്ങളിലെ ഒരു രീതിയാണ്. കാരണം ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ മാത്രമേ ഇത് പുറത്തറിയൂ. ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ കാലഘട്ടം കൂടി ഉള്ളപ്പോൾ ഒരു ഫിസിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ പിന്നെ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു സമരത്തിൻ്റെ രീതി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കുക, ബോധപൂർവം കല്ലെറിഞ്ഞ് പോലീസിനെ കൊണ്ട് ലാത്തിച്ചാർജ് ചെയ്യിക്കുക, പ്രവർത്തകർക്ക് മുഴുവൻ വാങ്ങിക്കൊടുക്കാവുന്ന മർദ്ദനങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി ഇതൊരു ക്യാമ്പയിനായി ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമരമാർഗ്ഗം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടന്ന സമരങ്ങളെല്ലാം തന്നെ നടന്നു. ഇപ്പോൾ ഇതിനെല്ലാം തുടർ ക്യാമ്പയിനാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ യാത്ര നടക്കുന്നു. സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസും KSUം മറ്റെല്ലാ സംഘടനകളും ആ യാത്രയുടെ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ആ യാത്രയിൽ തന്നെ ഒരു വലിയ ക്യാമ്പയിനാണല്ലോ, ജനങ്ങളുടെ ഇടയിൽ ഒരു ക്യാമ്പയിനായിട്ടാണ് പോകുന്നത്. തൊട്ട് മുമ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നത്. ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും സമരങ്ങളുടെ സാധ്യതയേക്കാൾ ഉപരി വലിയ സാധ്യതയാണ് പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ വീട് അന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണത്തിലെല്ലാം തന്നെ ഇതേ വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലൊക്കെ പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളതിനകത്ത് പിന്നെ ഞങ്ങളോട് തീരെ പൊരുത്തപ്പെടുന്നില്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇത്രയേറെ ചെറുപ്പക്കാർ ജയിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് മത്സരിച്ച മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരും ഒരു 85% സീറ്റിലും യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടിയ സീറ്റുകൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കടുത്ത CPM സീറ്റുകളിൽ പോലും വിജയിച്ചത് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ വിജയിച്ചു എന്നതിൻ്റെ കാര്യം അവർ ജനങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പം എണ്ണി പറയാവുന്ന എത്രയോ സീറ്റുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പോലും കോൺഗ്രസ് ജയിക്കില്ല എന്ന് കണക്കാക്കി എത്രയോ ഇടങ്ങളിലൊക്കെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ വിജയിച്ചു വന്നു. സീറ്റ് കൊടുക്കുന്ന സമയത്ത് പാർട്ടി എഴുതി തള്ളിയ സീറ്റുകളാണ് അതെല്ലാം. അവരാരും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് കൊടുത്ത സീറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജയിക്കില്ല എന്ന് കണക്കാക്കിയൊക്കെ സീറ്റുകളൊക്കെ തന്നെ കൂടുതൽ ആവശ്യക്കാർ പോലും ഇല്ലാതിരുന്ന സീറ്റുകളാണ്. ഒരു സീറ്റിൽ യൂത്ത് കോൺഗ്രസ്സുകാരനോടൊപ്പം തന്നെ സമാനമായി തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരും പരിഗണിക്കപ്പെട്ട സീറ്റുകളായിരുന്നില്ല. പലതും ഏകപക്ഷീയമായി പിന്നെ മത്സരിക്കാൻ അവസരം കിട്ടിയ സീറ്റുകളാണ്. പക്ഷെ അവിടെ ജയിച്ചതിൻ്റെ കാരണം അവരതിനകത്ത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യങ്ങളാണ്. എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു DYFIയുടെ സമരങ്ങളെ താരതമ്യം ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഒരു വലിയ രീതിയിൽ ഒരു ലാത്തിച്ചാർജാക്കി ഒരു വലിയ രീതിയിൽ ഒരു രക്തച്ചൊരിച്ചിലാക്കി നടത്തുന്ന സമരങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു നെറേറ്റീവ് കൂടിയാണ്. ഒരു 2000 ആളുകൾ വന്ന് സംഘടിക്കുന്ന ഒരു സമരത്തിൻ്റെ ഒരു വളരെ കണ്ടന്റോടുകൂടി നടത്തുന്ന, വളരെ ക്രക്സോടുകൂടി നടത്തുന്ന ഒരു ഒറ്റ പ്രസംഗം മാത്രം മതിയല്ലോ ആ സമരത്തിൻ്റെ വിഷയം ജനങ്ങളിലേക്ക് എത്താൻ. പക്ഷെ അത് മീഡിയ കാണിച്ചാലേ കാര്യമുള്ളൂ. മീഡിയയെ സംബന്ധിച്ച് ആ 2000 ആൾ വരുന്ന ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ക്യാമ്പയിൻ അല്ല ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും എടുക്കുന്നത്. ഒരു 25 ആൾ പോയി ഒരു ബാരിക്കേഡ് തകർത്ത് ഒരു പോലീസുകാരനെ മർദ്ദിച്ചാൽ അത് വലിയ സമരമായിട്ട് മീഡിയ ഒരുപക്ഷെ കാണിക്കുമായിരിക്കും. ആ വിഷ്വൽ എഫക്റ്റിലേക്ക് പുറകിലേക്ക് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ക്യാമ്പയിൻ്റെ കണ്ടന്റ് അവിടെ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും മറക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് വന്നു. സംഘർഷം ഉണ്ടായിരുന്നില്ല. ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് 1600-ലധികം ചെറുപ്പക്കാർ ഒരു 2 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം കൂടുതലായി പങ്കെടുത്ത മാർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു മാധ്യമങ്ങളിലും അത് വിഷ്വൽ വന്നില്ല. APC പ്രസിഡന്റായിരുന്നു സമാപന ഉദ്ഘാടനം. അവിടെ വന്നു മാധ്യമങ്ങളെല്ലാം ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ അവർക്ക് വേണ്ട കണ്ടന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ക്യാമ്പയിൻ വേറെ തലത്തിലായിരുന്നു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെ റാലി നടന്നു. സമാനമായ രീതിയിൽ തന്നെ ഏതാണ്ട് 2000 താഴെ ചെറുപ്പക്കാരൊക്കെ പങ്കെടുത്ത തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മൻരേഗ പദ്ധതിയുടെ സംരക്ഷണ റാലിയാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് സമാപനം നടന്നത്. അവിടെയും വിഷ്വൽ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് സ്വാഭാവികമായിട്ട് തന്നെയല്ല. പക്ഷേ പ്രിന്റ് മീഡിയ വളരെ വലിയ രീതിയിൽ തന്നെ അതിനെയൊക്കെ കാണിക്കുകയും ചെയ്തു, പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു, അതും ഒരു ക്യാമ്പയിനും അതൊരു സമരമൊക്കെയാണ്. അതും കുറേയേറെ ആളുകൾ സംഘടിച്ച് അതിൻ്റെ ഭാഗമായി പ്രചരണമൊക്കെ നടത്തി വരുന്ന കാര്യങ്ങൾ. ഇതിനേക്കാളൊക്കെ വാർത്താ പ്രാധാന്യം വേണമെങ്കിൽ ഇതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത് തിരുവനന്തപുരത്ത് ഇപ്പോൾ റീത്ത് വെച്ച് സമരം നടത്തി. വലിയ വാർത്തയായിരുന്നു. എന്നാൽ അതിൻ്റെ എത്ര ഇരട്ടി എഫർട്ടാണ് ക്ലിഫ് ഹൗസ് മാർച്ചിന് അതേ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. ഈ 40 പേര് പോലീസ് അറിയാതെ രാവിലെ സംഘടിച്ചെത്തി അവിടെ പോയി ഒരു സമരം നടത്തുന്നതിൻ്റെ 100 ഇരട്ടി എഫേർട്ടാണ് അവർ തന്നെ ക്ലിഫ് ഹൗസ് മാർച്ചിന് വേണ്ടി എടുത്തത്. പക്ഷെ സംഘർഷം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് അത് വാർത്തയായില്ല എന്നുള്ളത്. അപ്പോൾ അറിയാതെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ റിമാൻഡ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അപ്പൊ അത്തരം വിഷയങ്ങൾ പോലും നമുക്ക് ഒരു സമരസംഘടന എന്നുള്ള രീതിക്ക് കൂടെ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിന്റെ ഭാഗമായ ക്യാമ്പയിൻസ് ഒക്കെ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സമരത്തിൽ ഞാൻ ഉൾപ്പെടെ എൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് മേടിച്ചതാണ്. കോഴിക്കോട് സമരം ഉണ്ടായിരുന്നു, ട്രെയിൻ തടഞ്ഞുള്ള സമരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു, അതല്ലാതെയുള്ള പ്രചരണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങളുടെ ഒരു ബാഹുല്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
നമുക്ക് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാമ്പയിനിൽ നിന്ന് വല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ബോധപൂർവമായും ചില വിഷയങ്ങളിൽ പരിമിതപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം നമ്മൾ സജീവമാക്കി നിർത്തിയത് വളരെയേറെ മറ്റ് പല കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ശബരിമല വിഷയത്തിന് നൽകിയത് കൊണ്ട് തന്നെയാണ്. കാരണം അതൊരു വലിയ നമ്പർ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കേരളത്തിലെ വിശ്വാസി സമൂഹം ഒരു ചെറിയ നമ്പറല്ല, അത്രയേറെ ആളുകളെ ബാധിക്കുന്ന 19 കണ്ട. പക്ഷെ 19 ഇതിന്റെ വ്യത്യാസം വെച്ചാൽ 19 മല കയറാൻ വന്ന സ്ത്രീകൾ പിന്നെ കയറുന്നില്ല, അല്ലെങ്കിൽ ആ വന്ന 4 പേർ പിന്നെ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. സർക്കാർ പിന്നെ ആരും കയറ്റുന്നില്ല എന്ന് തീരുമാനിച്ചു. അതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ ഇവിടെ ഈ വിഷയം സ്വാഭാവികമായിട്ട് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു പോകുന്ന ഘട്ടമുണ്ടായി. അതിൽ ആളുകൾ ഹർട്ടഡ് ആയിരുന്നെങ്കിൽ കൂടി അത് അവിടെ അവസാനിക്കുന്ന ഘട്ടമുണ്ട്. പക്ഷെ ഇവിടെ വേറെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇവിടെ ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് പോയി, സ്വർണ്ണപ്പാളിയും പോയി. അത് തിരികെ വന്നത് അത് തന്നെയാണോ എന്നൊരു ഉറപ്പില്ല. കാരണം ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചെമ്പ് പാളിയാണെന്ന്. ഈ പത്മകുമാർ തന്നെ ദേവസ്വം ബോർഡിന്റെ രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയതിനേക്കാൾ തൂക്കം കുറവാണ് തിരിച്ചു വന്നത്. എന്നാലും അത്ര തൂക്കം സ്വർണ്ണം അതിനകത്ത് ഉരുക്കി മാറ്റിയിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പോയതിൻ്റെ സ്വർണം പിന്നെ ഉരുക്കിയെടുത്ത് അത് മറ്റൊരു രീതിയിലേക്ക് മറച്ചു വിറ്റാൽ കിട്ടുന്ന ലാഭമല്ലല്ലോ ഇതിൻ്റെ പുറകിലെ ഈ ഒരു ക്രൈം ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ താല്പര്യം. ആൻറ്റിക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി പിന്നെ അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ ഒരു ശബരിമല പോലെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു ക്ഷേത്രത്തിലെ ഏത് വസ്തു തന്നെയായാലും അതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിട്ടുന്ന വാല്യൂ ആണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അത് അവിടെ നിന്ന് ഉരുക്കിയെടുക്കുന്ന സ്വർണ്ണമായിരിക്കും. ആ സ്വർണ്ണമായിരിക്കില്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സ്വർണം ത്തോടു കൂടിയുള്ള ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയി അതിന് പകരം മറ്റൊരു ചെമ്പുപാളിലുള്ള മോൾഡ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള എന്ത് തെളിവാണ് നമ്മുടെ മുമ്പിലുള്ളത്? അപ്പോൾ ഇത്രയേറെ സംവിധാനങ്ങളും പാർട്ടിയും ഈ സംവിധാനങ്ങളെല്ലാം അതിൻ്റെ പുറകിൽ ഇതുപോലെ വീണ്ടും ഇൻവോൾവായി നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരുക്കിയെടുത്ത ആ സ്വർണത്തിൻ്റെ അളവ് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ വില മാത്രമായിരിക്കില്ല ഇതിൻ്റെ പുറകിലെ സാമ്പത്തിക താല്പര്യം എന്നുള്ളതാണ്. അത് വലിയ കോടികളുടെ ഒരു ഇടപാടായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ വിഷയം നമ്മൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ആ വിഷയം സജീവമായി തന്നെ അവിടെ നിർത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മളത് എല്ലാ സമയങ്ങളും അതുപോലെ തന്നെ കൊണ്ടുപോയി. PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയം വളരെ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഒരു വിശ്വാസ്യത സർക്കാർ ഇങ്ങനെ തുടർച്ചയായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ വിഷയവും നമ്മുടെ മുമ്പിൽ പിൻവാതിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ഇപ്പോൾ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു പ്രത്യേകത 2021 155ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒറ്റയടിക്ക് വിരമിക്കൽ പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനെ അന്ന് എതിർപ്പ് വന്നപ്പോൾ പിന്മാറ്റി. ഇപ്പോൾ ചെയ്യുന്ന പ്രവണത ഓരോ സ്ഥാപനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അവിടുത്തെ വിരമിക്കൽ പ്രായം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആയുഷിലും നോർക്കയിലും IHRDയിലും ഔഷധിയിലും അടക്കം വരുന്ന സ്ഥാപനങ്ങളിൽ 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തി. മുൻകാല പ്രാബല്യത്തോടു കൂടി ഉയർത്തുകയാണ്. വിരമിച്ച് പോയ ആൾ തിരികെ വീണ്ടും വന്ന് കസേരയിലിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ നമ്പർ വളരെ കുറച്ചാണ്. പക്ഷേ ഇത് എല്ലാ സ്ഥാപനങ്ങളും കൂടി കൂട്ടി വരുമ്പോൾ അത് വലിയ നമ്പർ ആളുകളാണ്. അപ്പോൾ സർക്കാർ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നാണ് വലിയ രീതിയിൽ പ്രതിഷേധം. PSC ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ എത്രയോ വട്ടം ഞങ്ങളെല്ലാം വന്ന് കാണുകയും ഞാൻ അവരുടെ സമരങ്ങളും നേരിട്ട് പങ്കെടുക്കുകയും. ഇപ്പോൾ ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ പിന്നെ ഇംഗ്ലീഷ് അധ്യാപകരുടെ സമരം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2003 വരെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സ്കൂളുകളിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രത്യേക അധ്യാപകരല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ സയൻസ് എടുക്കുന്ന ടീച്ചർ ഇപ്പുറത്തൊന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കും. തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ടീച്ചറും ഇപ്പുറത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കും. അതിനപ്പുറത്തേക്ക് അതിനൊരു ഭാഷ സബ്ജക്റ്റായി തന്നെ കണ്ട്, ഒരു കോർ സബ്ജക്റ്റ് എന്നൊരു ഭാഷാ സബ്ജക്റ്റായി തന്നെ കണ്ട് പ്രത്യേകമായ അധ്യാപകരെ നിയമിക്കണമെന്ന് 2002 KERന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. 2018 വരെ അതിൻ്റെ പിന്നെ പലപ്പോഴായി നടക്കാതെ പോയി. 2018 അതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുണ്ടായി. പിന്നെ സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായി പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ വരുന്ന ജൂലൈയിൽ അവസാനിക്കുകയാണ്. കോടതി അത് നിയമനം നടത്തണമെന്ന് കോടതി ഉൾപ്പെടെ പറയുന്ന സാഹചര്യം, കോടതി ലക്ഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഘട്ടം. എന്നിട്ടും സർക്കാരിനെ സംബന്ധിച്ച് നിയമനം നടത്താൻ തയ്യാറാകാത്ത ഘട്ടമുണ്ടാകും. താൽക്കാലിക ജീവനക്കാരെ വെച്ചിട്ടാണ് ഇപ്പോഴും ഇംഗ്ലീഷ് അധ്യാപകരായിട്ട് സ്കൂളുകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗുണനിലവാരമുള്ളൊരു വിദ്യാഭ്യാസം കിട്ടണമായിരുന്നെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ഇതിൻ്റെ ഭാഗമായൊക്കെ ഒരു പൊതുവായ പരീക്ഷാ മാനദണ്ഡത്തിലൂടെ വരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ വരണമെന്നുള്ളത് ഒരു മാനദണ്ഡമാണ്. അതുണ്ടാകുന്നില്ല സർക്കാർ സ്കൂളിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നാളുകളിൽ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഭാഷാ പരിമിതി ഒരു തടസ്സമായി നിൽക്കുന്നൊരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ അതിനെ ഒക്കെ മെച്ചപ്പെടുത്താനാണല്ലോ ഈ ഒരു തീരുമാനം എടുത്തത്. അതെ. അതുപോലും നടത്താൻ സർക്കാർ തയ്യാറാകുന്നത്. പക്ഷേ ചെറിയ നമ്പറാണ്, കുറച്ച് അധ്യാപകർ മാത്രമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഓരോ ജില്ലക്കകത്തും 30-40 ഒഴിവുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താൽക്കാലികക്കാരെ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരൊരു സമരം തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവരുടെ കൂടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എടുക്കുമ്പോഴും പിന്നെ ഓരോ വകുപ്പുകൾ എടുക്കുമ്പോഴും PSCയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇത്തരത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പലപ്പോഴായി ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഞാൻ 8ഓളം പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോഴും ആദ്യത്തെ 3 തവണയും ഇതൊരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഓരോ തവണ പറഞ്ഞാണ് പിന്നീട് അവർക്കും കുറേയേറെ ആളുകളെ അവരും നമ്മളെ ബന്ധപ്പെടുകയും അതിൻ്റെ വിശദാംശങ്ങൾ തരികയും അതുമായി ബന്ധപ്പെട്ടൊക്കെ നിയമസഭയിൽ ചോദ്യം ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും തിരുവനന്തപുരത്തും പിന്നെ തൃശ്ശൂരും മറ്റുള്ള എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ സമരങ്ങൾ നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തന്നെ. പക്ഷേ സർക്കാരിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ ഈ സർക്കാരിൽ നിന്ന് ഒരു നീതി എത്ര സമരത്തിൻ്റെ ഭാഗമായി പോയാലും സ്വാഭാവികമായിട്ട് ലഭിക്കില്ല എന്നുള്ളൊരു ബോധ്യം അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ക്യാമ്പയിനെ ഞങ്ങളിന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സമരത്തിൻ്റെ എക്സ്റ്റൻഡിലാണെങ്കിൽ ഇപ്പോൾ 2021 സമരത്തിൻ്റെ ഭാഗമായി കൈയൊടിഞ്ഞവരും കാലൊടിഞ്ഞവരായ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സംഘടനയുടെയൊക്കെ ഭാഗമായി. ഇപ്പോഴും റീസെൻ്റ്ലി നടന്ന സമരങ്ങളുടെയൊക്കെ ഭാഗമായി പരിക്കേറ്റ ആളുകളുണ്ട്, ജയിലിൽ പോയ ആളുകളുണ്ട്. കേസ് തന്നെ വലിയ ഒരു പീഡനമാണ്. അപ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമുണ്ട്. പലപ്പോഴായിട്ട് സമരങ്ങളുടെ ഒരു പ്രശ്നം പലപ്പോഴും വരുന്നത് ഇപ്പോൾ 2011 സമയത്ത് അല്ലെങ്കിൽ 2016 സമയത്ത് സമരങ്ങൾ സംഘടിപ്പിച്ച പോലെ ഇപ്പോൾ 2026 പെട്ടെന്ന് ചില ഘട്ടങ്ങളിൽ എളുപ്പമാകില്ല. കാരണം എൻഗേജ് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിനോട് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നിട്ടാണ് പിന്നീടാണ് വൈസ് പ്രസിഡൻ്റ് ആകുന്നതൊക്കെ. അപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് തൃശ്ശൂരിൽ ഒരു സമരം നടത്താൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ആളുകളെ മൊബിലൈസ് ചെയ്യുന്നതിൻ്റെ എടുക്കുന്ന ടൈമും ഇപ്പോഴത്തെ സമയത്തിൻ്റെ തമ്മിലൊരു ഡിഫറൻസ് വരുന്നത് ഈ എൻഗേജ് ആയ ആളുകൾ അവരുടെ വ്യത്യസ്ത ജോലിയിൽ നിന്ന് ഇറങ്ങി വരണം എന്നുള്ളതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരു ഏജ് ഗ്രൂപ്പ് കുറേ കൂടി ജോലി ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണല്ലോ. അപ്പോൾ ഒരു പ്രതിപക്ഷത്ത് 9 വർഷക്കാലം ഇരിക്കുന്നതിൻ്റെ ഒരു പ്രയാസമൊക്കെ എല്ലാവരെയും സംബന്ധിച്ചുണ്ട്. അതേസമയം കേസുകളുടെ ബാഹുല്യം വളരെയധികം ഉണ്ട്. അതേസമയം തന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂ വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് വീണ്ടും നിന്ന് സമരരംഗത്തേക്ക് നിൽക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മറ്റവരുടെ സമരത്തെ നോക്കി നമ്മുടെ സമരത്തെ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ട് സംഘടനാ എനിക്ക് തോന്നുന്നു പൊതുവെ കേരളത്തിൽ അങ്ങനെയാണ് എല്ലാവരും കാണുക. പൊതുവെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, നമുക്ക് ഒരു ലാത്തി ചാർജ് കടന്നു, ഗ്രനേഡ് പൊട്ടി. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലാസ്റ്റ് നടന്ന സമരത്തിൽ 8 തവണ ജലപീരങ്കി പ്രയോഗിച്ചു, 4 തവണ ടിയർ ഗ്യാസ് അടിച്ചു, 2 തവണ വീണ്ടും പിന്നെ ഗ്രനേഡ് പൊട്ടി. വലിയ കാഷ്വാലിറ്റി ഇല്ലാതെ ആ സമരം സ്വാഭാവികമായിട്ട് അവസാനിക്കുന്ന കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ വിഷയം ജനങ്ങൾക്കിടയിൽ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാഷ്വാലിറ്റി നിർബന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കാറില്ല. ഒരു സമരത്തിൻ്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാരൻ്റെ തല പൊട്ടണം എന്ന ചിന്ത എനിക്കില്ല. അത് എനിക്ക് പ്രയാസമുള്ള അതല്ല, അതെനിക്കൊരു പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലൂടെയും വന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് നമ്മളൊരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അതൊരു സമരത്തിൻ്റെ ഭാഗമായി അയാൾ പേഴ്സണലി ഏറ്റുവാങ്ങുന്ന ഒരു കാഷ്വാലിറ്റി, അതിൻ്റെ പിന്നീടുള്ള ലൈഫിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു സമരത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ സമരം വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ എക്സ്റ്റൻറ്റിലേക്കൊക്കെ പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടൊരു കാഷ്വാലിറ്റി അത് ഞാൻ അനുവദിക്കാറില്ല. അത് ഞാൻ ഒരു കാലഘട്ടത്തിലും ഉൾക്കൊണ്ടിട്ടുമില്ല. ഒരു 4 കോളം വാർത്ത കയറുക എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഉന്നയിക്കുന്ന വിഷയം ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സമരങ്ങളുടെ ഒരു റിസൾട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ തലപൊട്ടി ചോരയൊലിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വരുമ്പോഴാണ്. ആ തലപൊട്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്യാമ്പയിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം. ഒരു തരത്തിൽ അത് മാറുകയും ചെയ്യും. കാരണം ക്യാമ്പയിന്റെ ഒരു കണ്ടന്റിനേക്കാളും ഈ ഒരു സംഭവത്തിലേക്ക് എല്ലാ സമരങ്ങളുടെയും രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ സർക്കാരിനെതിരെ സമരം നടത്തി, കളക്ട്രേറ്റ് മാർച്ച് നടത്തി, അതിഭീകരമായ പോലീസ് മർദ്ദനം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പിന്നെ പോലീസിനെതിരെ സമരമായി. പിന്നെ നേരെ പോയിട്ട് IG ഓഫീസ് മാർച്ച് ചെയ്തു. മറ്റേ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് IG ഓഫീസ് മാർച്ചിലേക്ക് പോയി. മെറിറ്റിലേക്ക് വരില്ല. അവിടെയും ഒരു ഭീകര ലാത്തി ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് IG ഓഫീസ് മാർച്ചിൽ ലാത്തി ചാർജ് എന്നാണ്. അപ്പോൾ ഇവിടെ PSC വിഷയത്തിൽ തുടങ്ങിയ സമരമാണ്. അത് IG ഓഫീസിലേക്കെതിരായിട്ട് പിന്നെ ഡൈവേർട്ട് ചെയ്ത് പോയി. ആ കാഷ്വാലിറ്റിയും അതിൻ്റെ കാര്യങ്ങളിലേക്കും ചർച്ച ഡൈവേർട്ട് ചെയ്ത് പോയി. ഈ വിഷയം ഇവിടെ നിന്ന് അവഗണിക്കപ്പെടും, മറന്നേ പോകുന്നുള്ളതാണ് പലപ്പോഴും. അപ്പോൾ വിഷയങ്ങൾ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പരമാവധി ഉദ്ദേശിക്കുന്നത്.